വാട്സ്ആപ്പ് ഗേസ് റോക്സ്മിഡ് നാസിമാണ് വിവോയുടെ ഭാഗത്ത് നിന്ന് ഒരു ഫോൾഡിംഗ് ഫോൺ ഇറങ്ങിയിരിക്കുകയാണ്. ഈ ഒരു മൊബൈൽ ഫോണിനെ കുറിച്ച് വിവോ അവകാശപ്പെടുന്നത് ഇന്ത്യസ് ഫസ്റ്റ് വെയ്റ്റ്ലെസ് ഫോൾഡിംഗ് ഫോൺ എന്നാണ്. അതേപോലെ തന്നെ ഇന്ത്യസ് ഫസ്റ്റ് സ്ലിമ്മസ്റ്റ് ഫോൾഡിംഗ് ഫോൺ. വിവോ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യസ് ഫസ്റ്റ് എന്നും പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫോൾഡിംഗ് ഫോൺ ആണ് വിവോയുടെ ഇന്നലെ ലോഞ്ച് ആയിരിക്കുന്ന വിവോ എക്സ് ഫോൾഡ് 3 പ്രോ എന്ന് പറയുന്ന മൊബൈൽ ഫോൺ. ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ സ്പെസിഫിക്കേഷൻ ആണ് വിവോ ഈ ഒരു മൊബൈൽ ഫോണിൽ കസ്റ്റമേഴ്സിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. അധികം വൈകിപ്പിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ഇന്ത്യസ് ഫസ്റ്റ് വെയ്റ്റ്ലെസ് ഫോൾഡിംഗ് ഫോൺ എന്ന വിവോ ഈ ഒരു മൊബൈൽ ഫോണിനെ അവകാശപ്പെടാൻ ഒരുപാട് കാര്യങ്ങൾ വിവോ തന്നെ നമുക്ക് തരുന്നുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായുള്ള കാര്യമാണ് ഈ ഒരു ഫോൾഡിംഗ് ഫോണിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 236 ഗ്രാം മാത്രമാണ്. നമുക്ക് ഫോൾഡ് ചെയ്ത അവസ്ഥയിൽ ഈ ഒരു മൊബൈൽ ഫോണിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 11.2 mm മാത്രമാണ് വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു മൊബൈൽ ഫോൺ ഫോൾഡിംഗിൽ നിന്ന് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഏകദേശം 5.2 mm മാത്രമാണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. ബിൽഡ് ക്വാളിറ്റിയുടെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ഈ ഒരു മൊബൈൽ ഫോണിന്റെ ബാക്ക് ഗ്ലാസ് ബിൽഡ് ആണ് വരുന്നത്. ഫ്രെയിം വരുന്നത് മെറ്റൽ അലൂമിനിയം ഫ്രെയിം ആണ്. അതിലുപരി ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഹിഞ്ചസ് വരുന്നത് കാർബൺ ഫൈബറിലാണ്. ഈ ഒരു കാർബൺ ഫൈബർ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങൾ വിവോയ്ക്ക് എടുത്തു പറയാനുള്ള ഒരു ഗുണമായിട്ട് വരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു കാർബൺ ഫൈബർ ഹിഞ്ച് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മൊബൈൽ ഫോണിന്റെ വെയിറ്റ് വിവോയ്ക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 236 ഗ്രാം മാത്രം ഈ ഒരു ഫോൾഡിംഗ് മൊബൈലിന് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് നല്ല സ്ട്രെങ്ത് ആണ് ഈ ഒരു കാർബൺ ഫൈബറിന്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നാളത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ഫോൾഡിംഗ് ഫോൺ പറ്റും. വിവോ അവകാശപ്പെടുന്നത് ഒരു ദിവസം ഏകദേശം 100 തവണ നമ്മൾ ഓപ്പണും അതേപോലെ തന്നെ ക്ലോസും ആക്കിയിട്ട് കണ്ടിന്യൂ 12 കൊല്ലം യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് വിവോ അവകാശപ്പെടുന്നത്. 12 കൊല്ലമൊക്കെ ഇത്തരത്തിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എന്താണ് പറയുന്നത്, ഒരു ഫോൾഡിംഗ് ഫോൺ ആണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഇത് നമുക്ക് ഭാവിയിലേക്ക് ഉപകാരപ്പെടുമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ എങ്കിൽ വിവോ അവകാശപ്പെടുന്നത് ഒരു ദിവസം 100 തവണ ഓപ്പൺ ആൻഡ് ക്ലോസ് ഈ ഒരു മൊബൈൽ ഫോൺ ചെയ്താലും 12 കൊല്ലം യാതൊരു കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി എത്രത്തോളമാണ് ഈ ഒരു ഫോൾഡിംഗ് മൊബൈലിൽ വിവോ കൊടുത്തിരിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഡ്യുവൽ നാനോ സിം ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. അതേപോലെ തന്നെ IPX8 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റിന്റെ കപ്പാസിറ്റി ഈ ഒരു മൊബൈൽ ഫോണിൽ വിവോ കൊടുത്തിട്ടുണ്ട്. ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ബ്രൈറ്റ്നസ് നൽകുന്ന ഫോൾഡിംഗ് ഫോൺ ആണ് വിവോ എക്സ് ഫോൾഡ് 3 പ്രോ എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ. കാരണം മറ്റൊന്നുമല്ല, 4500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വിവോ ഈ ഒരു മൊബൈൽ ഫോണിൽ നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. ഇതൊരു ഫോൾഡ് മൊബൈൽ ആയതുകൊണ്ട് തന്നെ രണ്ട് ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട്. ഫസ്റ്റ് ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ഫോൾഡബിൾ LTPO AMOLED 1 ബില്യൺ കളേഴ്സ് സപ്പോർട്ടുള്ള 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ടുള്ള HDR10+ ഡോൾബി വിഷൻസ് ഒക്കെ സപ്പോർട്ടുള്ള 4500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് വിവോ ഈ ഒരു മൊബൈൽ ഫോണിൽ തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഡിസ്പ്ലേയുടെ വലിപ്പം എന്ന് പറയുന്നത് 8.03 ഇഞ്ചസ് ആണ്. കവർ ഡിസ്പ്ലേ വരുന്നത് AMOLED ഡിസ്പ്ലേ തന്നെയാണ്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 6.53 ഇഞ്ചാണ് കവർ ഡിസ്പ്ലേ വരുന്നത്. HDR10+ സപ്പോർട്ടും ഡോൾബി വിഷൻ സപ്പോർട്ടും ഈ ഒരു ഡിസ്പ്ലേയിലും വരുന്നുണ്ട്. ഈ ഒരു രണ്ട് ഡിസ്പ്ലേയിലും ആർമർ ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. രണ്ട് ഡിസ്പ്ലേയിലും 4500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസും വിവോ പ്രദാനം ചെയ്യുന്നുണ്ട്. വിവോ എക്സ് ഫോൾഡ് 3 പ്രോ എന്ന് പറയുന്ന മൊബൈൽ ഫോണിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ Android 14 വരുന്നത്. ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ആയിട്ടുള്ള ക്വാൾകോം സ്നാപ്ഡ്രാഗന്റെ 8 Gen 3 പ്രോസസർ ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ പെർഫോമൻസിന്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ച നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഇതിനു മുമ്പും 8 Gen 3 വെച്ചിട്ടുള്ള മൊബൈൽ ഫോൺ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു മൊബൈൽ ഫോണിന്റെ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ബെറ്റർ ആൻഡ് എഫിഷ്യന്റ് പെർഫോമൻസ് ആണ് നമുക്ക് ഈ ഒരു ചിപ്സെറ്റിൽ നിന്നും കിട്ടുന്നത്. മെമ്മറി വേരിയന്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ രണ്ട് മെമ്മറി വേരിയന്റ് ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വിവോ നൽകിയിരിക്കുന്നത്. 16/512 16/1TB എന്ന് പറയുന്ന രണ്ട് വേരിയന്റ് വരുന്നുണ്ട്. UFS 4.0 സ്റ്റോറേജ് കപ്പാസിറ്റി നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ കിട്ടുന്നുണ്ട്. ക്യാമറയുടെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ ഒരു വൈഡ് ആംഗിൾ ലെൻസ് ആണ്. 23 mm വൈഡ് ആംഗിൾ ആണ് ഈ ഒരു ലെൻസ് വരുന്നത്. 1.7 ആണ് ഈ ഒരു ക്യാമറയുടെ അപ്പറേച്ചർ എന്ന് പറയുന്നത്. ലേസർ ഓട്ടോ ഫോക്കസും OIS-ഉം ഈ ഒരു മെയിൻ ക്യാമറയിൽ സപ്പോർട്ടാണ്. സെക്കൻഡറി ക്യാമറയായിട്ട് 64 മെഗാ പിക്സലിന്റെ ഒരു പെരിസ്കോപ്പ് ലെൻസ് ആണ് വരുന്നത്. 3x സൂം സപ്പോർട്ട് ഉണ്ട്. 100x ഒപ്റ്റിക്കൽ സൂമും ഈ ഒരു ക്യാമറയിൽ സപ്പോർട്ട് ആയിട്ട് വരുന്നുണ്ട്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലെ മൂന്നാമത്തെ ക്യാമറയായിട്ട് വരുന്നത് 50 മെഗാ പിക്സലിന്റെ 119 ഡിഗ്രി വൈഡ് ആംഗിൾ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ആണ് വരുന്നത്. ഈ ഒരു ക്യാമറയുടെ അപ്പറേച്ചർ 2.0 ആണ് വരുന്നത്. ഓട്ടോ ഫോക്കസ് സംവിധാനം ഈ ഒരു അൾട്രാ വൈഡ് ക്യാമറയിൽ വിവോ നൽകിയിട്ടുണ്ട്.
8K 30 FPS ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ 4K 30 and 60 FPS ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. 180 30 and 60 FPS ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് വിവോ തരുന്നുണ്ട്. സെൽഫി ക്യാമറ വരുന്നത് 32 മെഗാ പിക്സലിന്റെ 2 ക്യാമറയാണ്. ഹോൾഡ് ചെയ്ത് വെക്കുമ്പോഴും കവർ ഡിസ്പ്ലേയിലും 32 മെഗാ പിക്സലിന്റെ 2 ക്യാമറാസ് വരുന്നുണ്ട്. ഈ ഒരു ക്യാമറയുടെ ഡീറ്റെയിൽ നോക്കി കഴിയുകയാണെങ്കിൽ 2.4 അപ്പർച്ചർ വരുന്ന ഒരു വൈഡ് ലെൻസ് ആണ്. 180 നമുക്ക് 30 FPS 60 FPS ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു ക്യാമറ വഴി പറ്റുന്നുണ്ട്. 4K ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നി. സൗണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 3.5mm ഒരു ഓഡിയോ ജാക്ക് എല്ലാ മൊബൈൽ ഫോണിലെയും ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സ്പീക്കറിന്റെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പ് ഈ ഒരു മൊബൈൽ ഫോണിൽ വന്നിട്ടുണ്ട്. കോമൺ ഫാക്ടേഴ്സിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ബ്ലൂടൂത്തിന്റെ 5.4 വേർഷൻ ആണ് വരുന്നത്. NFC സപ്പോർട്ടാണ്, ഇൻഫ്രാറെഡ് പോർട്ട് സപ്പോർട്ടാണ്, റേഡിയോ വരുന്നില്ല. USB Type-C 3.2 ആണ് വരുന്നത്. OTG Gen 2.0 ആണ് വരുന്നത്. വിവോ എക്സ് ഫോൾഡ് 3 Pro എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ അതർ ഫീച്ചേഴ്സ് ആയിട്ട് കമ്പനി അവകാശപ്പെടുന്നത് ഫോൾഡിംഗ് ഫോണിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻ ഫിംഗർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുള്ള ഒരു പ്രത്യേകത കൂടി ഒരു മൊബൈൽ ഫോണിനുണ്ട്. മറ്റുള്ള ഫോൾഡിംഗ് ഫോണിൽ നമുക്ക് ഡിസ്പ്ലേയിൽ തന്നെ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നില്ല എന്നാണ് വിവോ അവകാശപ്പെടുന്നത്. ബാറ്ററി ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തും നമുക്ക് വിവോ നല്ലൊരു പ്രത്യേകത തരുന്നുണ്ട്. 5700 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വിവോ തരുന്നത്. 5700 mAh ബാറ്ററി കപ്പാസിറ്റിയുമായിട്ട് വരുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഫോൾഡിംഗ് ഫോൺ എന്നാണ് വിവോ ഈ ഒരു മൊബൈൽ ഫോണിനെ അവകാശപ്പെടുന്നത്. 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ് വരുന്നുണ്ട്. 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സെറ്റപ്പ് വരുന്നുണ്ട്. 50 വാട്ടിന്റെ റിവേഴ്സ് ചാർജിംഗ് സെറ്റപ്പും ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. ഇനി വില വിവരങ്ങളിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 1,59,999 രൂപ, ഏകദേശം 1,60,000 രൂപയാണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ വില എന്ന് പറയുന്നത്. ഈ മാസം 13-ാം തീയതിയാണ് ഈ ഒരു മൊബൈൽ ഫോൺ മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആകുന്നത്. 10% ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ 6 മാസത്തേക്ക് സ്ക്രീൻ റീപ്ലേസ്മെന്റ് വാറന്റിയും വിവോ നൽകുന്നുണ്ട്. ഇനി ക്യാഷ് ഒരുമിച്ച് എടുക്കാൻ ഇല്ലാത്ത ആളുകൾക്ക് 24 മാസത്തെ നോ കോസ്റ്റ് EMI ഏകദേശം 6,666 രൂപ മാസം അടച്ചു കഴിഞ്ഞാൽ വിവോയുടെ ഫോൾഡിംഗ് ഫോൺ ആയിട്ടുള്ള വിവോ എക്സ് ഫോൾഡ് 3 Pro എന്ന് പറയുന്ന മൊബൈൽ ഫോൺ സ്വന്തമാക്കാൻ പറ്റും. ഏതായാലും ഒരുപാട് സ്പെസിഫിക്കേഷനുമായിട്ടാണ് വിവോ ഇത്തവണ ഫോൾഡിംഗ് ഫോൺ ഇറക്കിയിരിക്കുന്നത്. ഫോൾഡിംഗ് ഫോൺ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, വിവോ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത്രയും രൂപ നിങ്ങൾക്ക് മുടക്കാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പരിഗണിക്കാൻ പറ്റിയ ഒരു മൊബൈൽ ഫോൺ തന്നെയാണ് വിവോ എക്സ് ഫോൾഡ് 3 Pro എന്ന് പറയുന്ന മൊബൈൽ ഫോൺ. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്താണ് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. നമ്മളിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ നാസിം ഈസ് സൈനിങ് ഓഫ്. താങ്ക് യു.